ഓം ഭദ്രേ നാരായണ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവരുടെ പേര്. ആ പേര് വെറും ഒരു വിളിപ്പേരല്ല, മറിച്ച് അവരുടെ വ്യക്തിത്വത്തെയും ഭാവിയെയും സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ ന്യൂമറോളജി പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. എന്താണ് ന്യൂമറോളജി? ന്യൂമറോളജി പ്രകാരം ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യയുണ്ട്. ആ സംഖ്യയ്ക്ക് പ്രത്യേക ഊർജവുമുണ്ട്. കുഞ്ഞിൻ്റെ ജനന തീയതിയും പേരിൻ്റെ ആകെത്തുകയും തമ്മിൽ പൊരുത്തപ്പെടുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഇനി ഇത് എങ്ങനെ കണക്ക് കൂട്ടാമെന്ന് നോക്കാം. ഈ ചാർട്ട് പ്രകാരമാണ് നമ്മൾ പേര് വെച്ചിട്ടുള്ള വാല്യൂ കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അരുൺ എന്നാണ് പേരെങ്കിൽ എയുടെ 1 പ്ലസ് ആറിൻ്റെ ആണെങ്കിൽ 2 U 6 N 5 ടോട്ടൽ 14 കിട്ടും. ഇതിനെ പിന്നെയും 1 + 4 വരുമ്പോൾ 5 എന്ന് കിട്ടും. അരുൺ എന്ന പേരിൻ്റെ സംഖ്യ 5 ആണ്. ഇനി നമുക്ക് ആൻറ്റി നമ്പേഴ്സ് അഥവാ ശത്രു സംഖ്യകൾ എന്നത് എന്തുവാന്ന് നോക്കാം. ന്യൂമറോളജിയിൽ ശത്രു സംഖ്യകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ ജനനസംഖ്യയുമായി ഒത്തുപോകാത്ത സംഖ്യകൾ പേരിൻ്റെ തുകയായി വന്നാൽ അത് ജീവിതത്തിൽ തടസ്സങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. ഞാനിപ്പോൾ ഒരു ടേബിൾ കാണിച്ചു തരാം. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ കുറിക്കുകയോ ചെയ്യുക. ഇതിൽ ജനനസംഖ്യ, അതായത് ബർത്ത് നമ്പർ, ഓരോ ബർത്ത് നമ്പർ ഭരിക്കുന്ന ഗ്രഹം, അതിൻ്റെ ശത്രുസംഖ്യകൾ, അതായത് 1ൻ്റെ ആണെങ്കിൽ 1, 10, 19, 28 തീയതികളിൽ ജനിച്ച ആളുകളാണെങ്കിൽ അതിൻ്റെ ഭരിക്കുന്ന ഗ്രഹം സൂര്യനാണ്. ശത്രുസംഖ്യ ഒന്നേ ഉള്ളൂ, അത് 8 ആണ്. അങ്ങനെ ഓരോന്നിൻ്റെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ചാർട്ടിലെ ചില പ്രധാനപ്പെട്ട ശത്രുസംഖ്യകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേത് സൂര്യനും ശനിയും, അതായത് 1ഉം 8ഉം. നിങ്ങളുടെ ബർത്ത് ഡേറ്റ് 1 ആണ്, പിന്നെ നിങ്ങളുടെ പേരിൻ്റെ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 8 ആണ് കിട്ടുന്നതെങ്കിൽ അത് ചേരത്തില്ലെന്ന് പറയാൻ കാരണം 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൂര്യനും 8 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ശനിയുമാണ്. ന്യൂമറോളജിയിൽ 1ാം നമ്പറും 8ാം നമ്പറും കടുത്ത ശത്രുക്കളാണ്. 1ാം നമ്പറിൽ ജനിച്ച കുട്ടിയുടെ പേരിൻ്റെ ആകെത്തുക 8 ആയാൽ ആ കുട്ടിക്ക് അധികാരത്തോടും അച്ചടക്കത്തോടും വലിയ എതിർപ്പ് കാണിക്കാൻ സാധ്യതയുണ്ട്. കരിയറിൽ അത് വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേക്കാം. ഇനി രണ്ടാമത്തത് വ്യാഴവും ശുക്രനും. ബർത്ത് നമ്പർ 3ഉം നിങ്ങളുടെ പേര് കൂട്ടുന്ന നമ്പർ 6ഉമാണ് കിട്ടുന്നതെങ്കിൽ അത് വ്യാഴനും ശുക്രനുമാണ്. 3ഉം 6ഉം ശുഭസംഖ്യകളാണെങ്കിലും പരസ്പര ശത്രുക്കളാണ്. 3 എന്നത് ദേവഗുരുവും 6 എന്നത് അസുരഗുരുവുമാണ്. അതിനാൽ ഇവർ തമ്മിൽ ചേരില്ല. 3ാം തീയതി ജനിച്ചവർക്ക് പേര് 6ൽ ഇട്ടാൽ അത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളോ ആഡംബരങ്ങൾ കാരണം പണം നഷ്ടപ്പെടാനോ ഇടയാകും. ഇനി അടുത്തത് ചൊവ്വയും ചന്ദ്രനും, 9 and 2. 9ാം നമ്പർ തീയും 2ാം നമ്പർ വെള്ളവുമാണ്. ജനനസംഖ്യ 9 ആയ ഒരാൾ 2ൽ പേരിട്ടാൽ അവർക്ക് വല്ലാത്ത മാനസിക സമ്മർദ്ദവും ദേഷ്യവും നൽകാൻ കാരണമാകും. ഇനി നമുക്ക് 5ാം നമ്പറിൻ്റെ പ്രത്യേകത നോക്കിയാലോ. ബുധൻ ഭരിക്കുന്ന 5ാം നമ്പറിന് പ്രത്യേകമായ ശത്രുസംഖ്യകളില്ല. അതുകൊണ്ടാണ് പല ന്യൂമറോളജിസ്റ്റുകളും പേരിൽ മാറ്റം വരുത്തുമ്പോൾ അത് 5ലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ബിസിനസ്സിനും കമ്മ്യൂണിക്കേഷനും വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.